തേനിയുടെ കാർഷിക ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ചു വളർന്ന ഭാരതി രാജയ്ക്ക് എന്നും മൂന്നാറിൻ്റെ സൗന്ദര്യത്തോടും പ്രിയമായിരുന്നു. 2006 മൂന്നാർ മേളയുടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയപ്പോൾ ഒരു നാട് മുഴുവൻ ഒന്നുചേർന്നാണ് ഭാരതി രാജ എന്ന തേനിയുടെ ചിന്നസ്വാമിയെ വരവേറ്റത്. അന്നത്തെ ദേവികുളം MLA ആയ AK മണി ആ നിമിഷങ്ങൾ ഓർക്കുന്നു. അങ്ങാര് സിനി ഫീൽഡിലേക്ക് വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത് എഴുതിയ പാട്ടുകളാണ് തമിഴ്നാട്ടിലെ ഗ്രാമപ്പുറത്തിലുള്ള ജനങ്ങളെല്ലാം ആകർഷിക്കുവാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ അദ്ദേഹം ജന്മം കൊണ്ടത് നമ്മുടെ ദേവികുളം നിയോജകമണ്ഡലത്തിൻ്റെ തൊട്ട് പാടറിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. അതുകൊണ്ട് മൂന്നാറിനോട് പുള്ളിക്ക് എപ്പോഴും പ്രത്യേക ഒരു താല്പര്യമുണ്ട്. 2026 ഇവിടെ വന്നിരുന്നു. 2006 ഇവിടെ വന്നിരുന്നു. 2006 ഇവിടെ വന്നിരുന്നു. മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. വാഹനത്തിൽ കയറാതെ മഴ നനഞ്ഞ് മൂന്നാർ കാഴ്ചകൾ ആസ്വദിച്ചായിരുന്നു ഭാരതി രാജയുടെ നടത്തം. പ്രസംഗത്തിൽ മൂന്നാറിൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തി. അതുവരെ മൂന്നാറിലെത്താൻ സാധിക്കാതിരുന്നതിൻ്റെ ദുഃഖം പങ്കുവച്ചു. നാട്ടുകാർ നിലയ്ക്കാത്ത ഹർഷാരവങ്ങളോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എതിരേറ്റത്. പ്രശസ്ത സംവിധായകനായ ഭാരതി രാജയാണ്. അദ്ദേഹം അന്ന് ഇവിടെ വന്നപ്പം മൂന്നാർ കണ്ടതിൽ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. അദ്ദേഹം മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ മുമ്പിൽ പഴയ മൂന്നാറിലേക്ക് 2 കിലോമീറ്ററോളം നടന്നാണ് വന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ മഴയുണ്ടായി. പക്ഷേ അദ്ദേഹം ആ മഴ പോലും വകവയ്ക്കാതെ ആണ് അവിടെ വന്ന് ഈ ഉദ്ഘാടനം നിർവഹിച്ചത്. ടാറ്റയുടെ സ്പോർട്സ് ഗ്രൗണ്ടിലായിരുന്നു ഈ പരിപാടി. ആ സ്പോർട്സ് ഗ്രൗണ്ട് നിറയെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ, തൊഴിലാളികൾ കൂടിയിരുന്നു. മൂന്നാറിൻ്റെ പ്രകൃതിയെപ്പറ്റിയും മൂന്നാറിൻ്റെ സാംസ്കാരിക നിലവാരത്തെപ്പറ്റിയെല്ലാം അദ്ദേഹം വളരെ പ്രശംസനീയമായ പ്രസംഗമാണ് ആ സമയത്ത് നടത്തിയത്. 2006 മേളയ്ക്ക് ശേഷം പലതവണ ഭാരതി രാജ മൂന്നാർ കാഴ്ചകൾ ആസ്വദിക്കാൻ ബോഡിമെട്ട് ചുരം കടന്നെത്തി. കേരള 1 മലയാളം, ഇടുക്കി.